ഹലോ ഗായ്സ്, ദൈവമേ മിന്നിച്ചേക്കണേ. എന്തോ ഒരു ജലദോഷം പോലെ കേട്ടോ. എന്തായാലും തുടങ്ങാം. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ തിരുവല്ലായിൽ, അതായത് തിരുവല്ലായിൽ നിന്ന് ഒരു മണിക്കൂർ അല്ല 1 കിലോമീറ്റർ, മുക്കാ കിലോമീറ്റർ അല്ല, ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ചർച്ചാണ്. അത് ഞങ്ങളിവിടെ തിരുവല്ലയിൽ എല്ലാവരും പറയുന്നത് ഇത് കൂടാരപ്പള്ളി എന്നാണ് പറയുന്നത്. പൊളി എന്ന് വെച്ചാൽ അടിപൊളി. അതൊരു പള്ളിയാണ്. റീൽസ് എടുക്കാനോ അല്ലെങ്കിൽ പിന്നെന്താണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനോ പൊളി സ്ഥലമെന്ന് വെച്ചാൽ പൊളി സ്ഥലം. വേറെ ലെവലാണ്. നോക്ക്, ആ സ്കൈയൊക്കെ കണ്ടോ? നോക്ക് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ തന്നെ പറ, ഇതിലും കിടുവായിട്ടൊരു സ്ഥലം കാണാൻ പറ്റുമോ തിരുവല്ലയിലെന്ന്. അതുപോലെ തന്നെ തിരുവല്ലയിൽ ഇതുപോലെ കുറേ സ്പോട്ടുകളുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ടൊക്കെയാണ് ഞാൻ ചിലപ്പോൾ റീൽസൊക്കെ എടുക്കാറുള്ളത്. അതുകൊണ്ട് ഗൗരിയുണ്ട് കൂടെ, ഗൗരിയും ഭാനുവും കൂടെ ഉണ്ട്. പിന്നെ ഇന്ന് അമ്മയുടെ കണ്ണിൻ്റെ സർജറി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ലീവായിരുന്നു. അപ്പോൾ എന്നാൽ ഓർത്തു 2-3 വ്ളോഗ്സ് എടുക്കാം എന്നൊക്കെ ഓർത്തു. കാരണം ആശുപത്രിയിൽ അവിടെ ഇരുന്ന് മൂക്കളെ ഒലിപ്പിച്ചിരിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ, എനിക്കിഷ്ടമല്ല ഒന്നും. ചുമ്മാ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പം ലിസ കൂടെ ഉണ്ട്, ലിസ ഹോസ്പിറ്റലാണ്, ചേട്ടനും ഉണ്ട്. അപ്പം ഇത് കണ്ടോ, ഇത് അതിൻ്റെ തന്നെ ഒരു ഹോളാണ്. ഒരു 1000-1500 പേർക്ക് മാക്സിമം ഇരുന്ന് ഫുഡ് അടിക്കാൻ പറ്റുന്ന ഒരു ഹോളാണത്. ഇതിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ടോ? ഈ നല്ല ഗാർഡനും കാര്യങ്ങളും എല്ലാമായിട്ട് അടിപൊളിയായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമെന്ന് വെച്ചാൽ നല്ലതാണ്. ഇതിനോട് തൊട്ടടുക്ക്, അതായത് ഇതിൻ്റെ മതിലിനോട് ചേർത്ത്. അപ്പോഴും ഗൗരി താണ്ട് നൃത്തനൃത്യങ്ങളാണ് അവിടെ വക പ്രത്യേക നൃത്തനൃത്യങ്ങളുണ്ട്. താണ്ട് നോക്ക്, ഒരു നിമിഷം അവൾ അടങ്ങി നിൽക്കത്തില്ല. ഒരു നിമിഷം കഴിക്കുന്നത് മൊത്തം എനിക്ക് തോന്നി ഇങ്ങനെ അങ്ങ് പോകും. കണ്ടോ നോക്കണ്ടോ? ഉണ്ടോ മുദ്രകൾ? നോക്ക്, പോകുന്നുണ്ടോ? നിഗർ കളിക്കുന്നുണ്ടോ? നിദ്രകൾ നിഗർ കളിക്കുന്നുണ്ടോ? പിന്നെ ഇതിൻ്റെ തൊട്ട്, അതായത് ഈ മതിലിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ, വരാതിരിക്കട്ടെ, ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്ക് വരാതിരിക്കട്ടെ, എങ്കിലും ഞാൻ പറയുകയാണ്, വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി കണ്ടിട്ടേ പോകാവൂ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും. പിന്നെ ചില സമയങ്ങളിൽ, അതായത് സന്ധ്യാസമയത്ത് ഞാനാണ് വേണ്ട നിൽക്കുന്നത്. ഇത് പ്രൂഫാണ്, ഇതും പ്രൂഫാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ചിലർ പറയും നമ്മൾ വേറെ ഒരാളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഇടുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഫ്രെയിമിൽ വരുന്നത്. ഇല്ലെന്നുണ്ടെന്ന് എന്തിനാണ് വെറുതെ പാടുപെട്ടിട്ട് ആവശ്യമില്ലാത്ത കണാ കേൾക്കുന്നത്? അതിനേക്കാളും നല്ലതല്ലേ നമ്മളൊന്ന് നിന്നാൽ പോരെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ കൊടുക്കുമ്പോഴത്തേക്ക്, ചാനൽ മോണിറ്റൈസേഷന് പോകുമ്പോഴത്തേക്ക് നമുക്ക് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ വരും. അപ്പം ഇതൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ 2-3 ചാനൽ ചെയ്യുന്നവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ കഴിയും വിധം നമ്മളെ തന്നെ വെച്ചിട്ട് വീഡിയോസ് എടുക്കുക, അതുപോലെ തന്നെ ഓൺ വോയിസിൽ തന്നെ കാര്യങ്ങൾ വിടുക എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും മനസ്സിൽ സങ്കടം തട്ടുമ്പോൾ, അല്ലെ എന്നെക്കൊണ്ട് കഴിയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പല സൊല്യൂഷനും ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ, ഇവിടെ വന്ന് ഈ ഇതിൻ്റെ പള്ളിക്കകത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഫോൺ പ്രൊഹിബിറ്റഡ് ആണ്. അത് കാരണം അവരുടെ റൂൾ അതുപോലെ തന്നെ പൊക്കോട്ടെ, അതൊന്നും വേണ്ട. അതിനകത്ത് ഒരു പള്ളിയാണ് സംഭവം. അപ്പം അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അകത്തോട്ടൊന്നും കയറുന്നില്ല. ഈ പുറത്തു നിന്നുള്ള പരാക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വളരെയധികം സങ്കടങ്ങൾ തട്ടുമ്പോൾ ഞാൻ വരുന്ന ഒരു സ്ഥലമാണിത്. കാരണം ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഒന്ന് മൈൻഡ് ഫ്രഷ് ആവും. സൂപ്പറായിട്ട് മൈൻഡ് ഫ്രഷ് ആവും. ഒരു ഇച്ചിരി തിരിയൂടൊക്കെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ? ഇത് കണ്ടോ? പിള്ളേർക്ക് നമുക്ക് വന്നിരിക്കാനോ അതുപോലെ തന്നെ നമുക്ക് പള്ളിക്കകത്ത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം, ഒത്തിരി പേര് കാണുമായിരിക്കുമല്ലോ പള്ളിക്കകത്തൊക്കെ. ഇന്ന് രാവിലെ ഞാനെന്നാൽ ഒരു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കല്യാണം, ഭയങ്കര ആളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനങ്ങ് തിരിച്ചു പോയിട്ട് ഞാനൊരു 4 മണി 3:30 ആയപ്പോഴത്തേക്ക് അമ്മയെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവളുമാരെയും കൂട്ടി, ഗൗരിയും ഭാനുവിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോയിരുന്നു. അത് കണ്ടോ? ആ ചെടിയൊക്കെ കണ്ടോ? പൊളിയല്ലേ? എനിക്കറിയത്തില്ല ഇതൊക്കെ എവിടെ നിന്ന് ഇവർ കളക്ട് ചെയ്തേക്കുന്നതെന്ന്, ഇത് ഡിസൈൻ ചെയ്തേക്കുന്നതെന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് കരിങ്കല്ലിൻ്റെ, നമ്മുടെ വെട്ടുകല്ലില്ലേ, വെട്ടുകല്ലിൻ്റെ രീതിയിലാണ് ഇതെല്ലാം ഫർണിഷ് ഇത് ചെയ്തേക്കുന്നത്, സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ? പൊളിയല്ലേ? വന്നൊക്കെ ഇരിക്കാനും സന്ധ്യ സമയത്തൊക്കെ വന്നിരിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്കെന്നല്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തട്ടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ചോദിക്കും, ചേട്ടൻ എന്താ ഇത്ര വലിയ വിഷമം? അപ്പോൾ എന്നോട് എൻ്റെ ഈ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ചേട്ടൻ എപ്പോഴും നല്ല ഹാപ്പി ആണല്ലോ. അപ്പം ഞാൻ എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് ഓപ്പണായിട്ട് പറഞ്ഞു പോകാം. കാരണം ഞാൻ എന്താണോ എന്നെ പ്രസൻറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. നമുക്കെല്ലാവർക്കും സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം കാലം തൊട്ടേ എനിക്ക് സങ്കടങ്ങളാണ്. ഇപ്പം എൻ്റെ സങ്കടങ്ങളെ എനിക്ക് ഓവർകം ചെയ്യാൻ ഉള്ളൊരു കഴിവ് എനിക്കായി.
എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് ദൈവം ഇപ്പോൾ തന്നു എന്നല്ല, ഞാനത് ആക്കിയെടുത്തു. അതുകൊണ്ട് എനിക്കിപ്പം വലിയ സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 100% ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ 100%, 100ൽ 101% ഹാപ്പിയാണ്. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടാ കണ്ടൻറ് എന്താണ്, നിങ്ങളുടെ യൂട്യൂബിൻ്റെ കണ്ടൻറ് എന്താണ്? നമ്മളിപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമല്ല ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കണ്ടൻറ് മാത്രമാണോ, സന്തോഷം മാത്രമല്ല സങ്കടം മാത്രം ചെയ്യുന്ന ഒരാളാണോ ഒരു മനുഷ്യൻ? അല്ല, എല്ലാ കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ട് എനിക്കിപ്പോൾ സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഡാൻസ് മാത്രമേ ഉള്ളൂ, അല്ലെ പാട്ട് മാത്രമേ ഉള്ളൂ, കുക്കിംഗ് മാത്രമേ ഉള്ളൂ, അല്ല ഇതുപോലത്തെ ചെറിയ ചെറിയ വ്ളോഗ്സ് മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തിറക്കി ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മാക്സിമം എൻ്റെ മാക്സിമം എഫേർട്ടിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും പോരാഴികയുണ്ട്, 100% പോരാഴികൾ, 100% പോരാഴികൾ കാണും, എങ്കിലും ഫ്രാങ്കായിട്ട് അത് പറയണം കേട്ടോ. പിന്നെ ഗൗരിയും ഫാനും വന്നിട്ട് അവർ ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ അവർ രണ്ടുപേരോട് അവരുടെ ലോകത്താണ്. അവർ ഓരോ കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു, എടുക്കുന്നു, ഇങ്ങനെ അവരിത് വാച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു അവിടെ. പിന്നെ ആ പള്ളിയിലെ ആൾക്കാരൊക്കെ അവരവരുടെ ലോകത്താണ്. ഓക്കെ, അവരവിടെ നിന്ന് കളിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പിന്നെ നമ്മളിപ്പം ഒരു കാര്യം നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ടൈം പോകുന്നത് അറിയത്തില്ല, നമ്മുടെ വരുമാനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കത്തില്ല, നമ്മളെടുക്കുന്ന എഫേർട്ടുകളെ പറ്റി നമ്മൾ ചിന്തിക്കത്തില്ല. എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു പേയ്മെൻറ്റ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ഞാൻ ഒരു താല്പര്യപ്പെടുന്നില്ല. ചെറിയ ചാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ചോദ്യത്തിന്റെ ഉത്തരമെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അറിയത്തില്ല. പിന്നെ നീ അറിയാതിരിക്കുന്നായിരുന്നെങ്കിലും അതായിരുന്നു പ്രശ്നം. നീ ചോദിക്കുന്ന ഉത്തരവേ പറയാവൂ. എപ്പോഴെങ്കിലും ഞാൻ ചോദ്യത്തിന്റെ ഉത്തരം ചോദിച്ചാൽ അത് തന്നെ പറയാവൂ, അല്ലെ കൊണകൊണാന്ന് പറയും. കേരളത്തിൽ ഏറ്റവും വലിയ രാജ്യം അത് നടന്നത് കാസർഗോഡല്ല, ഏതാന്ന് മനസ്സിലാക്കട്ടെ. പൈസ ഉണ്ടാക്കുന്നേ അതുപോലെ അറിയത്തില്ല. എങ്ങനെ പൈസ ഉണ്ടാക്കുന്നേ? പൈസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യമേ ഇതങ്ങോട്ട് മിസ്സേ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി മിസ്സേനെ തല്ലി കൊല്ലും. ആദ്യമേ ഇത് പറിച്ചേ, ഇങ്ങോട്ട് പറിച്ച് ഇനി എന്തെടുക്കും? എന്നിട്ട് അങ്ങ് തിന്നു. പിന്നെ ഈ പൂവുണ്ടോ, അതുകൊണ്ട് ഞാൻ കാര്യം പഠിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവരോടും എന്നല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സങ്കടങ്ങളൊക്കെ വരുമെന്ന് വെച്ചാൽ, എനിക്ക് ചെറുപ്പം മുതലേ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ +2 പഠിച്ചത് സെൻറ് തോമസ് ഹയർ സെക്കൻഡറിയാണ്. അവിടെ നിന്ന് എനിക്ക് പിന്നെ വീട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നഴ്സിങ്ങിന് പഠിച്ചത് പന്തളത്താണ്. അപ്പം എനിക്ക് അവിടെ പഠിക്കാനായിട്ട് അവിടെ ഞങ്ങൾക്ക് ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 2 or 3 പശുവുണ്ട്. അപ്പം ഞാൻ പാലും കൊണ്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ റെയിൽവേ പാലം വഴി പോകുമ്പോൾ എനിക്കൊരു 20,000 രൂപ പാലത്തെ കിടന്ന് കിട്ടി. ആ പൈസ കൊടുത്തിട്ടാണ് ഞാൻ നഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പം എൻ്റെ പല ഘട്ടങ്ങളിലും ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തികളാണ്. എനിക്ക് കുറേ ആൾക്കാരോട് എൻ്റെ ലൈഫിൽ എനിക്ക് ബാധ്യതയുണ്ട്. കാരണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടാണേലും അവരുടെ പേര് ആളാം പ്രതി കാര്യങ്ങൾ, ഇത് കൊച്ചു കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു 6 വയസ്സും 4.5 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളാണ്. അവരോട് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതികളിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ എല്ലാവരും സുഖം മാത്രമല്ല അനുഭവിക്കുന്നത്, സങ്കടങ്ങളും നമ്മുടെ ലൈഫിൽ വരും. എനിക്കൊരു 2-3 വർഷത്തിന് മുമ്പ് നല്ല 2-3 തട്ട് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ദൈവം നമുക്കൊരു തട്ട് തരുമ്പോൾ നമ്മളെ അത് ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവുകൂടെ ദൈവം നമുക്ക് തന്നിട്ടാണ് നമുക്ക് ഓരോ തട്ട് തരുന്നത്. അപ്പം അന്ന് എൻ്റെ കൂടെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള എന്നൊക്കെ പറയുന്നത് എൻ്റെ പ്രിയ ജിജോ, സൻഷു, രശ്മി, നിമേഷ്, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള ആൾക്കാരാണ്. ഈ പ്രിയയും
ജിജോയും. ഇന്നിപ്പം ഞാൻ ജീവനോടെ ഈ ഭൂമിയിലുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് അവരോടാണ്. പക്ഷേ ഇപ്പം ഞാൻ വലിയ കോണ്ടാക്റ്റ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി കാണണം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ലതാവണം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള 2 വ്യക്തികളിൽ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന, എനിക്ക് 100% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് ഈ അവരൊരു കപ്പിൾസാണ്. അവർ ജിജോയും പ്രിയയും. പക്ഷേ ഞാൻ ഇന്ന് അവരെ വിളിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ന് സ്റ്റേബിളാവും, അതായത് എന്ന് ഞാൻ സ്റ്റേബിളാകും അന്ന് അവനെ ഞാൻ വിളിക്കും എന്നുള്ള വാക്കിൻ്റെ പുറത്താണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടു പിരിഞ്ഞത്. പിന്നെ നിമേഷ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര വെള്ളവടിയായിരുന്നു. അപ്പം വീട്ടിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2 പശുവിനെ കറന്ന് വെച്ചിട്ടാണ് നഴ്സിംഗ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം അമ്മയ്ക്ക് വയ്യ, അച്ഛൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം ഈ 2 പശുക്കളെയും കറന്ന്, പിന്നെ ഇച്ചിരി മായമൊക്കെ ചേർക്കുക വെള്ളത്തിൽ, അതൊന്നും കാര്യമില്ല. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ കള്ളത്തരമൊന്നും കാണിച്ചാലൊന്നും ദൈവം പിടിക്കത്തില്ല. കാരണം എന്നാൽ പിന്നെ ദൈവത്തിന് നല്ല സുഖം മാത്രം തന്നാൽ പോരായിരുന്നു. അപ്പോൾ ഒരിച്ചിരി പാലിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ചേർക്കാം. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടടുത്തൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പന്തളത്ത് നഴ്സിംഗ് പഠിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പല ദിവസങ്ങളിലും എനിക്ക് കഴിക്കാൻ ഫുഡ് കാണത്തില്ല, അല്ലെ തിരിച്ചു വരാൻ വണ്ടിക്കൂലി കാണത്തില്ല. അപ്പോഴെല്ലാം എനിക്ക് പൈസ തരുന്നതും, അല്ലെ ഞങ്ങൾക്ക് അന്ന് അവിടെ ഹോസ്റ്റലിൽ 5 രൂപയുള്ളൂ ഊണിന്. അതിപ്പോൾ ഒരു 10, 13, 14 വർഷമായി കാണും. അപ്പം 5 രൂപയുള്ളൂ ഞങ്ങൾക്ക് ഊണിന്. അപ്പം മിക്ക ദിവസവും എനിക്ക് ഫുഡ് മേടിച്ച് തരുന്നത് എൻ്റെ നിമേഷാണ്. അപ്പം ഇപ്പം 10, 14 വർഷമായി ഞങ്ങൾ പഠിച്ചിറങ്ങിയിട്ട്. പക്ഷേ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായാലും ഒന്ന് വിളിക്കാത്ത, അല്ലെ അവനെ ഞാൻ മനസ്സുകൊണ്ട് ഓർക്കാത്ത ഒരു നിമിഷം എനിക്ക് എൻ്റെ ലൈഫിലില്ല. പിന്നെ ഒരു സൻഷു, രശ്മി, അവരും ഇതുപോലൊക്കെ തന്നെയാണ്. നമുക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ദൈവം ഒരാളെ നമുക്ക് തരുമെന്നേ. നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മളൊന്ന് കാണാൻ നമ്മളൊന്ന് നോക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രിയയും ജിജയും, എനിക്കറിയില്ല അവരോടുള്ള നന്ദിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഞാൻ ചെയ്ത് തീർക്കണ്ടേ. അങ്ങനെ നമ്മൾ ഫോർമാലിറ്റി കാണിച്ചാൽ പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനൊരു വിലയുണ്ടോ? അതില്ല. പിന്നെ അവിടെ പിള്ളേരാണ്ട് തകർത്ത് വാരി നിൽക്കുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു പള്ളിയുടെ സാഹചര്യത്തിൽ വന്നിട്ട് നമ്മൾ സൊറയടിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ എനിക്കൊരു വ്ളോഗും വേണം. എന്നാൽ പിന്നെ പുട്ടിന് വീരയിടുന്ന പോലെ ഇതങ്ങ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഇന്ന് ഇതിൻ്റെ കൂടെ ഞാനൊരു കാർഡ് ഇടുന്നുണ്ട്. അതായത് ഒരു കേറ്ററിങ്ങിൻ്റെ കാർഡ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ഇന്നിവിടെ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ ഓപ്പറേഷനായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നാൽ ഒരു വ്ളോഗും എടുക്കാം എന്ന് കരുതി ഞാനിവിടെ വന്നായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം നിങ്ങളിപ്പോൾ ഓർക്കുമായിരിക്കും, അവൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ ഓപ്പറേഷനായിട്ടാണോ അവൻ വ്ളോഗ് എടുക്കാൻ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് നടക്കുന്നത്? അല്ല, എൻ്റെ ഒരു കോൺസെപ്റ്റ് എൻ്റർലി ഡിഫറെൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം അവിടെ പുറത്തിരുന്ന് ഒരാളെ പുഷ്പഗിരി വെച്ചായിരുന്നു. അപ്പം ഒരാളെ അവർ അലോ ചെയ്യത്തുള്ളൂ അകത്തോട്ട്. പിന്നെ നമ്മൾ അവിടെ പോയി മൂക്കളെ ഒലിപ്പിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? ആ സമയത്ത് നമ്മളൊരു പള്ളിയിലോ ദേവാലയത്തിലോ വന്ന് ഇപ്പം ഇതിൻ്റെ ഒരു ആംബിയൻസ് നമ്മളിപ്പം ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു കാര്യം കിടപ്പുണ്ടായിരിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ അമ്മ ഇന്ന പോലാണ്, കാത്തോണേ, അങ്ങനെ ഒരു പ്രെയറിലാണ്. അല്ല നമ്മളൊന്നും കാണിക്കാനോ എടുക്കാനോ ഒന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ കരുതുന്നവർക്കിട്ടൊരു മറുപടിയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഹെവൻലി ടേസ്റ്റ് എന്നാണ് കേറ്ററിംഗുകാരുടെ നമ്പർ. കാരണം ഞാൻ കഴിച്ചു. ഫുഡെന്ന് വെച്ചാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നളിയാ, ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ അത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവരെല്ലാം സെറ്റ് ചെയ്യുവാണ്, എല്ലാം പാക്ക് ചെയ്യുവാണ്. പാക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് ഞാൻ അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കും, അതിന് കുഞ്ഞുങ്ങളുടെ സൊറയടി കണ്ടിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, അവർ വന്ന് എന്നോട് സംസാരിച്ചപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു കല്യാണം. അപ്പം ഫുഡിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നല്ല ഫുഡാണ്. അപ്പം ഇതിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ഞാൻ ഇതിൻ്റെ കൂടെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവരുമായിട്ടും കുറച്ച് നേരമൊക്കെ സംസാരിച്ചു, സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങളെ 3 പേരെയും കൂടി ഇപ്പം അവർ ഫ്രെയിമിലാക്കി തന്നത് അവരാണ്. അവർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് 3 പേർ കൂടെ നിൽക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എന്നെ കാണിക്കുമ്പം ഗൗരി എടുക്കും, ഗൗരിയെ എന്നെയും കൂടെ എടുക്കുമ്പോൾ ഭാനുവാണ് വീഡിയോ പിടിക്കുന്നത്. ആ ബ്ലൂ ഇല്ലേ ചെറിയായിട്ട് അവളാണ് വീഡിയോ പിടിക്കുന്നത്. അങ്ങനെ എന്നെ ശരിക്കും അവർ സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെവൻലി ടേസ്റ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ ഇവർക്ക് ഓർഡർ കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് 100% ഉറപ്പാണ്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ 3-4 ഫംഗ്ഷൻ വരുന്നുണ്ട്, അനിയത്തിയുടെ കല്യാണം, എൻഗേജ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 100% ഞാൻ ഇവർക്ക് ഓർഡർ കൊടുക്കത്തുള്ളൂ.
പിന്നെ നമുക്ക് അകത്തോട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇപ്പം ഇവിടുന്ന് ഇതാണ് കൂടാരപ്പള്ളിയുടെ അകമാണ്, മെയിൻ ഡോറാണത്. പക്ഷേ ഞങ്ങൾ അകത്തോട്ട് കയറുന്നില്ല, കാരണം ഫോട്ടോ പ്രോഹിബിറ്റഡ് ആണ്. പിന്നെ കണ്ടോ, ഇതിൻ്റെ ഈ സൈഡിൽ ഞാൻ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആ ഭിത്തി കണ്ടോ അളിയാ. ആ ഭിത്തി എന്ന് വെച്ചാൽ നമ്മുടെ വെട്ടുകല്ലില്ലേ, വെട്ടുകല്ലിൻ്റെ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാനിവിടെ കൂടുതൽ സമയം ഞാൻ പറഞ്ഞ പോലെ ഭക്തി മൂത്തിട്ട് വരുന്നതല്ല. ഒന്ന് ഫോട്ടോ എടുക്കണം, നല്ല ഡ്രസ്സ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാനിങ്ങോട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു നാച്ചുറൽ ഫീലാണ്. ആ ഒരു കുടമൊക്കെ കണ്ടോ, അതൊക്കെ എങ്ങനെയൊക്കെ തലയിൽ വെച്ച് പൊക്കി വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ അത് പൊങ്ങത്തില്ല മോനെ, അത് മറിഞ്ഞും വീഴത്തില്ല. എനിക്കൊന്നത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന ഈ സംഭവത്തെ കയറി ഇരുന്ന് നമുക്ക് പള്ളിക്കകവും കാണാം, നമുക്ക് സീൻ പിടിക്കണേ പുറത്തോട്ടിരുന്ന് സീനും പിടിക്കാം. പിന്നെ ഇവളുമാരുടെ കൂടെ വന്നൊന്നും നടക്കത്തില്ല. കാരണം വെച്ചാൽ അവളുമാരെ ചെടിയൊക്കെ പറിക്കും. എനിക്ക് ഈ ചെടിയിൽ നിന്ന് പൂവും ഇലയൊന്നും പറിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇവളുമാരെ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ആ പയ്യൻ കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് വീഡിയോ പിടിച്ച് തരുന്നത്. നല്ല ഹെൽപ്പായിരുന്നു അവർ. പിന്നെന്താ, നമുക്ക് ഇവിടെ വന്നിരുന്ന വേറൊരു വൈബാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിപ്പോൾ തള്ളി മറിക്കുമല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. കണ്ടോ, ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്നെ അടിപൊളിയാണ്. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു. അന്ന് ഇവിടെ എല്ലാം ഈ ക്രിസ്മസും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ അങ്ങലായിട്ട് നോക്കും. പൊളിയല്ലേ, ഞാൻ പൊളിയാന്നല്ല, സീനറി പൊളിയല്ലേ എന്ന്. കണ്ടോ, ഞാനും പൊളിയാണ് എന്നാലും ഇരിക്കട്ടെ കേട്ടോ. ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുമെങ്കിൽ നല്ല ക്ലാരിറ്റി. എനിക്കറിയത്തില്ല എന്നാന്നുണ്ടെങ്കിൽ ആ സ്കൈ ഒക്കെ കണ്ടോ, ആ ഭിത്തി കണ്ടോ, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ഇവരിത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊരു റൗണ്ട് ഷേപ്പിലാണ്. എനിക്ക് തോന്നുന്നു തിരുവല്ലയിലുള്ള എല്ലാവർക്കും അറിയാം, അതിന് പുറത്തുള്ള എൻ്റെ കൂട്ടുകാർ വേറെ ഉണ്ടല്ലോ, അപ്പം അവർക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുവാണ്. അപ്പോൾ നിങ്ങൾ കരുതരുത് ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ലേ എന്ന് കരുതരുത്. അല്ല, നമുക്ക് ഇങ്ങനൊരു കാര്യം അടുത്തുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു വിലയും അല്ലെങ്കിൽ അതൊരു വലിയ രസമായിട്ടും തോന്നാത്തത്. പക്ഷേ ഇത് അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് തിരുവല്ലയിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഒരു ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം ഒരു ദേവാലയവുമാണ്. നമുക്ക് അറിയില്ല, നിങ്ങൾക്കത് ഫീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് അറിയത്തുള്ളൂ. അത് അവളുമാർ ഫീലൊന്നും ചെയ്യുന്നില്ല. അവളുമാരാണ്ട് രണ്ടുപേരും കാലും പറിച്ച് ഓടുക. പിന്നെ ഇത് കണ്ടോ, ഇതുവഴി അറിയാം ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്. എനിക്ക് മാതാവിനോട് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഇത് കണ്ടോ, ആ ക്ലാരിറ്റി കണ്ടോ ഫോട്ടോയുടെ. പിന്നെ അതിൻ്റെ ആ ഭിത്തിയൊക്കെ കണ്ടോ, അതിൻ്റെ ആ കഥകയിലെ പണികളൊക്കെ കണ്ടോ. ഇത് താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ളതാണ്. ഇതിന് 3 ഫ്രണ്ടുണ്ട്. 3 ഫ്രണ്ടല്ല, 3 വേ ഉണ്ട്. പുറത്തോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ. ഇതൊരു ഡോറാണ്. ഇപ്പോൾ ഈ കാണിച്ചത് ഒരു ഡോറാണ്. ആ തൂണ് കണ്ടോ, ആ തൂണ് ചെയ്തേക്കുന്നത് കണ്ടോ, അത് ഫുള്ള് കരിങ്കല്ലാണ്. ഇനി കരിങ്കല്ലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് കരിങ്കല്ലാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇനി ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് അവത്തിൽ അങ്ങനെ ഡിസൈൻ ചെയ്തതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇത് ഇന്നാൾ ഇത് ആർക്കിടെക്ട് ചെയ്ത് ഇത് ഡിസൈൻ ചെയ്ത ഒരാളെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്നപ്പം ഒരു പ്രാവശ്യം, ഇത് പണ്ട് ഒരു 2-3 വർഷത്തിന് മുമ്പ് ഞാൻ അവിടെ ചെല്ലുമ്പം ഇതെല്ലാം ഡിസൈൻ ചെയ്ത ആ പയ്യൻ അവിടെ ഉണ്ട്, ആ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറേ നേരം ഞാനിത് സംസാരിച്ചായിരുന്നു. അതിൻ്റെ ഇതിൻ്റെ 3 വാതിക്കലും ഇങ്ങനെ തൂക്കുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അകത്തിരുന്ന് സെപ്പറേറ്റ് പ്രാർത്ഥിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും നമുക്കിരുന്ന് ചെയ്യാം. ഇത് കണ്ടോ, ആ കുടം കണ്ടോ, അത് ഒരു 3-4 എണ്ണം അതിൻ്റെ നമ്മുടെ കൂടാരപ്പള്ളിയുടെ 3-4 ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു 3-4 അകം കണ്ടോ, അകം ഞാൻ എടുത്തിട്ടില്ല, കാരണം പ്രോഹിബിറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവളുമാർ അതിനകത്തുനിന്ന് കുറച്ച് ഇലയെല്ലാം പറിച്ച് അതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ അത് ഞാനൊന്ന് പെറുക്കി കളഞ്ഞു. പിന്നെ ബാക്കിയുടെ കാണാം. കുഞ്ഞുങ്ങൾ ഹാപ്പിയാണ്. ഞാൻ അവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുമെന്ന്. അവർ നല്ല കാലിബർ ഉള്ളവരാണ്. അവരോട് നമുക്ക് ഒരു കാര്യം ഞാനും വൈഫും ഒരു പ്രാവശ്യം അവരോട് പറഞ്ഞാൽ മതി, അവർക്കത് പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യുന്നവരാണ്. എന്തോ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി നമ്മൾ ജീവിക്കരുത്. കാരണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. നമ്മൾ എൻഡ് ഓഫ് ദ ലൈഫ് നമ്മൾ ഒരു ഇതെടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സങ്കടപ്പെട്ടു എന്നൊരിക്കലും നമ്മൾ കണക്കെടുക്കില്ല. നമ്മൾ എത്രത്തോളം ജീവിച്ചു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സന്തോഷിച്ചു എന്നേ നമ്മൾ കണക്കെടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ രാവിലെ നമുക്കൊരു 10 കിലോ സന്തോഷം ഒരാൾ കൊണ്ട് തന്നിട്ട് സന്തോഷിക്കാൻ പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടന്മാരുടെ കാർഡ്. ആഷ്ലി ജോൺ, ഏരിയ മാനേജർ എന്നാണ് പുള്ളിയുടെ പേര്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ്, നല്ല അടിപൊളി ഫുഡ്, ഞാൻ ഗ്യാരണ്ടി. ഇല്ല നിങ്ങൾ വന്ന് നിന്നും പോയി ഇടിച്ചു തന്നെ, ഞാൻ ഗ്യാരണ്ടി. കാരണം ഞാൻ കഴിച്ച ഫുഡാണ്, ഞാൻ ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വീട്ടിൽ വന്നതല്ല, വീട്ടിൽ വന്ന് നിങ്ങൾക്ക് എന്നെ തല്ല.
അതിനുള്ള ഉറപ്പ് ഞാൻ തരുന്നുണ്ട്. കാരണം ഞാൻ കഴിച്ച ഫുഡാണ്. ഇവരുടെ സർവീസ് വളരെ ഭംഗിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ചേട്ടന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട്, നമുക്കൊന്ന് സംസാരിക്കാം അവരോട്. പിന്നെ ഇതാണ് നമ്മുടെ മാനേജറാണ്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഷെഫാണ്. ഈ പുള്ളിക്കാരൻ എൻ്റെ പഴയ അൽഫാം കഴിച്ചിരുന്ന എന്നെ അവിടെ ഇട്ട് പച്ചക്കിട്ട് കത്തിച്ചേനെ. പിന്നെ ഇതും ഇവരുടെ മാനേജറാണ് പുള്ളി. പിന്നെ ഇവനാണ് ഈ സ്കൂട്ടർ ചെയ്യുന്ന കാട്ടില്ലേ, അവനായിരുന്നു നമ്മുടെ വീഡിയോ എടുത്ത് തന്നെ. പിന്നെ ഇവരുടെ വണ്ടിയാണ് ഇതും കാര്യങ്ങളും ഒക്കെ. ഇവർ 5 ടൈമിൽ നമുക്ക് സാധനങ്ങൾ എത്തിച്ച് തന്നിരിക്കും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ഇത് ഇനിയിപ്പം ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ വ്ളോഗ് തീരുവാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം, എന്നെ ഫോഴ്സ്ഫുള്ളി ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും, ഞാൻ ഒന്നും ഒത്തിരി പോളിഷായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ എന്താണോ എന്നെ പ്രസൻറ്റ് ചെയ്യാനാണ് എനിക്ക് 100% താല്പര്യം. അല്ലാതെ വ്ളോഗ് കിട്ടാനായിട്ട് നിങ്ങൾ പറയരുത് ഞാൻ ദാരിദ്ര്യം പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. ഇല്ല, എൻ്റെ ലൈഫ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ എന്താണ് ഇപ്പം എല്ലാവരോടും എനിക്ക് ഓടി നടന്നതൊന്നും പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുള്ളവരെ അക്സെപ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടുള്ള ഒരു ലൈഫും എനിക്കില്ല. കാരണം ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വളരെയധികം എഫേർട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ദൈവം അനുവദിച്ചിട്ട് അതിനുള്ള ഒരു ഫലവും ദൈവം ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. പിന്നെ പറയല് കേട്ടോ, ആരും ഞാൻ ദാരിദ്ര്യമെന്ന് പറയരുത്. കാരണം എനിക്ക് ആ കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. എനിക്ക് പഴയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ജിജോ, പ്രിയ, സൻഷു, നിമേഷ്, അവരൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. അവരെ മറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. അങ്ങനെയൊക്കെ ഒരു ചെറിയ അളിഞ്ഞ സെൻറ്റിമെൻറ്റ്സൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും നന്ദിയും കൂറുമുള്ള മനുഷ്യന്മാരായിട്ട് ജീവിക്കുക, എളിമയുള്ള മനുഷ്യന്മാരായിട്ട് ജീവിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ചയുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.